ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള ഒരു ഇഷ്യൂ അതിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹണി റോസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നു, ബോച്ചെ മാപ്പ് പറയുന്നു, മാപ്പ് പറയാൻ ഒരുങ്ങുന്നു. മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ബോച്ചെ മിക്കവാറും പെടാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ, ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിൻ്റെ ഒരുമാതിരിയുള്ള റീൽസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, എല്ലാം ഡബിൾ മീനിങ് റീൽസുകളായിരിക്കും. അതിൻ്റെ കൂടെ ഒരു സ്ത്രീ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റീല് വൈറലാണ്, റീലോ ഷോർട്സോ എല്ലാം വൈറലാണ്. അപ്പോൾ ബോച്ചയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി, എങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്താം. ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ വെച്ച് കാച്ചുമ്പോൾ ഈ ക്യാമറയും തുറന്ന് വെച്ചിരിക്കുന്ന കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അവരൊക്കെ അതൊക്കെ എടുത്തിട്ട് റീലാക്കിയും ഷോർട്സ് ആക്കിയൊക്കെ അങ്ങ് വൈറലാക്കി വിടും. പിറ്റേ ദിവസം ബോച്ചെ വൈറൽ. എടാ ഡാഷ് മക്കളെ, നിൻ്റെ വീട്ടിലില്ലടാ അമ്മയും പെങ്ങന്മാരും ഒക്കെ. ഇപ്പോൾ നമ്മുടെ ഹണി റോസിൻ്റെ വിഷയം തന്നെ എടുക്കാം. ഈ ബോച്ചെ ഹണി റോസിനെ ഉപമിച്ചത് കുന്തി ദേവി എന്നുള്ള വാക്ക് വെച്ചിട്ടാണ്. ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ആ ഒരു വാക്ക് വരാനുള്ള കാരണം എന്തായാലും അദ്ദേഹം മഹാഭാരതം വായിച്ച് ആ ഒരു ക്യാരക്ടറിന് ആകർഷണനായിട്ടുള്ള പുള്ളി ഈ ഒരു വാക്ക് ഉപമിച്ചിട്ടുള്ളത്. അദ്ദേഹം അതൊരു വേറൊരു വേറൊരു ഓൺലൈൻ ചാനലിൽ പറയുകയുണ്ട്. എടുക്കാം, കുന്തി ദേവി, ആ കഥയിലുള്ള കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ എടുക്കാം. അല്ല, ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം. ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട്, ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കുന്തി ദേവി എന്നുള്ളൊരു പരാമർശം അത് വളരെ മോശമായിപ്പോയി. അതെന്തുകൊണ്ടാണെന്നുള്ളത് ചോറ് തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഹണി റോസിനെ ശരിക്കും നിർത്തി അപമാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഹണി റോസിനെ മാത്രമല്ല, സ്ത്രീത്വത്തെ അപ്പാടെ അപമാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹണി റോസിൻ്റെ ഡ്രസ്സിങ്, അവരൊരു ഫെയിമാണ്, അവരൊരു ആക്ടറാണ്. അവർക്ക് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള ഡ്രസ്സുകളും ധരിക്കും. ഇന്നേ വരെ മോശപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കാണിച്ചുകൊണ്ട് അവർ ഇന്നേ വരെ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അവരൊരു ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് ക്യാമറകൾ അവരെ നേരെ തിരിയും. ചില മെട്രോപൊളിറ്റൻ സിറ്റികളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഹണി റോസ് ധരിക്കുന്നതിനേക്കാൾ വളരെ മോശമായ രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകളൊക്കെ. പക്ഷേ എന്തുകൊണ്ട് ഹണി റോസിനെ ടാർഗറ്റ് ചെയ്യുന്നു? ഹണി റോസ് ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ഫെയിമാണ്. അവിടെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ കിട്ടുമെന്നുള്ള കാര്യത്തിന് ബോച്ചയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് വരുന്ന പരിപാടിക്കൊക്കെ ബോച്ചെ നല്ല രീതിയിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ ഡബിൾ മീനിങ് കാര്യങ്ങൾ വെച്ച് കാച്ചുന്നത്. അത് റീലാക്കാനുള്ള ഡാഷ് മക്കളുടെ ദാഹം. ഈ റീലാക്കി ഇപ്പോൾ ബോച്ചയ്ക്ക് എന്തായാലും നല്ല 8ൻ്റെ പണിയാണ് വരുന്നത്. ബോച്ചയ്ക്ക് നല്ല 8ൻ്റെ പണി. ബോച്ച നല്ലൊരു ബിസിനസ്മാനാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബോച്ചെ ടീ. അദ്ദേഹത്തിൻ്റെ ചായക്കച്ചവടമല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം, ലോട്ടറി വിൽക്കുക. അതിനെതിരെ ഒരുപാട് പരാതികൾ വന്നിട്ട് പോലും ഒന്നും തീർപ്പായിട്ടില്ല, ഒന്നും എവിടെയും എത്തിച്ചേർന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ഈ ഹണി റോസിൻ്റെ ഇഷ്യൂ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ചാക്ക് കണക്കിന് പൈസ ഇരിക്കുകയാണ്. എടുത്തിട്ട് വീശിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം മറിയാം. ഈ പറയുന്ന നിയമങ്ങളൊക്കെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ ബോച്ചെ. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കിക്കാണേണ്ടതായിട്ടിരിക്കുന്നു. എന്തായാലും ബോച്ചെ മാപ്പ് പറയാൻ ഒരുങ്ങിയിട്ടുണ്ട്. എന്തായാലും മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒന്നല്ല രണ്ടല്ല, എത്രയോ ഇതേപോലുള്ള ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ഹണി റോസിനെ നിങ്ങൾ ഇതേപോലെ അപമാനിച്ച് വിട്ടിട്ടുള്ളത്. അപമാനിക്കുകയല്ല,
ഇല്ലാതാക്കുക, ഡബിൾ മീനിങ്ങും കൊണ്ട് ഇല്ലാതാക്കുക, എത്രയോ പരിപാടികളിൽ വെച്ചിട്ട്. അപ്പോൾ ബോച്ച് എന്തായാലും ശിക്ഷ അനുഭവിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ.